ഇന്ന് ഡിസംബർ 27 ബുധനാഴ്ച, നവംബർ 27 ബുധനാഴ്ച. ഫജർ ക്ലബിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനനായ സമീർ മേലാറ്റൂരാണ്. അദ്ദേഹത്തെ ക്ലാസ് എടുക്കാൻ ആദരവോട് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാവിധ ബർക്കത്തുകളും ചൊരിയുമാറാവട്ടെ. ഈ ഭൂമി ലോകത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും കേക്കുണ്ട്, ഗരീരൊക്കെ പ്രശ്നമായിക്കോ. വലിയ വലിയ ഗോളങ്ങൾ, സൃഷ്ടികൾ മുതൽ ചെറിയ സൂക്ഷ്മ ജീവികൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അല്ലെങ്കിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവ അതൊക്കെയും ഭംഗിയായി നിർവഹിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റു ഗ്രഹങ്ങളും ഗോളങ്ങളുമെല്ലാം സൂര്യൻ അതിന്റെ കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ വെളിച്ചം ലഭിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെയും സൂര്യനിലൂടെ ലഭിക്കുന്നത്. ദിവസങ്ങൾ അറിയാൻ പറ്റുന്നു, സമയം അറിയാൻ പറ്റുന്നു. ചന്ദ്രനും അങ്ങനെ തന്നെ. ഇത് തുടങ്ങി ചെറിയ ജീവജാലങ്ങൾ എടുത്തു നോക്കുക. ഈച്ചയും കൊതുകും പാമ്പും മറ്റു പക്ഷികളുമെല്ലാം അവയെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഏറെക്കുറെ നമുക്കത് അറിയാനും പറ്റും, എന്തൊക്കെയാണ് അവ ഈ ഭൂമിയിൽ നിർവഹിക്കുന്നത്. പറയുന്നത് മനുഷ്യനും ഈ സൃഷ്ടി ജീവജാലങ്ങളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. മനുഷ്യനും മനുഷ്യന്റേതായ ഉത്തരവാദിത്തം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് പക്ഷേ മറ്റുള്ളവയേക്കാൾ കൂടുതൽ, മറ്റുള്ളവയൊക്കെയും ഈ ഭൂമി ലോകത്തിന് തന്നെ മറ്റു എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിക്കുമെല്ലാം നേതൃത്വം കൊടുക്കാനാണ് മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനത് ഏറ്റെടുത്തതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യൻ ഏൽപ്പിച്ചു എന്നല്ല. ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബില് അങ്ങനെ ഒരു സംഭവം പറയുന്നത്. ഇന്ന അറളനൽ അമാനത അല സമാവാതി വൽ ജിബാൽ. ഞാൻ അമാനത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആകാശങ്ങളിലും ഭൂമിയിലും പർവ്വതങ്ങളിലൊക്കെയുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആരാത് ഏറ്റെടുക്കാന്ന് ചോദിച്ചു. എല്ലാവരും വിസമ്മതിച്ചു. അഷ്ഫഖന മിൻഹ, എല്ലാവരും പേടിച്ചു. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്താവെന്ന് പേടിച്ചു. ഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു എന്നാ പറയുന്നത്. എന്താണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ? അമാനത്ത് ഈ ഭൂമിക്ക് നേതൃത്വം കൊടുക്കാനാണ്. ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയായിട്ട്, അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട്, അള്ളാഹുവിന്റെ നിയമങ്ങൾ അവ നടപ്പിലാക്കാനും ഈ ഭൂമിയെ പരിപാലിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവയ്ക്കൊന്നുമില്ലാത്തൊരു ഉത്തരവാദിത്തം മനുഷ്യന് കൊടുത്തു. മനുഷ്യന് ഉത്തരവാദിത്തം മാത്രമല്ല, കഴിവുകൾ കൊടുത്തു. മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ കൂടുതൽ കഴിവ്. അതുകൊണ്ടാണ് മനുഷ്യന് മുമ്പത്തെക്കാൾ ഭംഗിയായിട്ട് ജീവിക്കുന്നത്, മുമ്പത്തെക്കാൾ കൂടുതൽ ഭംഗിയായി സഞ്ചരിക്കുന്നത്,
എല്ലാം. ഇപ്പോ നായകളെ എടുത്ത് നോക്കുക, നായകൾ പണ്ട് ഓടിയ പോലെ തന്നെ ഓടുന്നത്, ഒരു വ്യത്യാസമല്ല. മൈനകളും കാക്കകളും പണ്ട് പറക്കുന്നത് പോലെ തന്നെ എപ്പോഴും പറക്കുന്നത്. പണ്ടെങ്ങനെയായോ ആണോ അവർ ഭക്ഷണം തേടിയിരുന്നത് അങ്ങനെ തന്നെ, എല്ലാം പഴയതുപോലെ. പക്ഷെ മനുഷ്യന് അങ്ങനെയല്ല. മനുഷ്യന് ബുദ്ധിയും വിവേകവും ഒക്കെ നൽകി മനുഷ്യന് ഈ ജീവജാലങ്ങൾക്കൊക്കെയും അല്ലെങ്കിൽ ഭൂമിയിൽ ഖലീഫയാവാൻ സൗകര്യമൊരുക്കുക അല്ലെങ്കിൽ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ സൗകര്യം അല്ലാഹു നൽകി. അതുകൊണ്ട് തന്നെ അവന് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്ന് അവ പറഞ്ഞു കൊടുത്തു. ഖുർആനും തൗറാത്തും ഇഞ്ചീലും ഒക്കെയുള്ള പല രൂപങ്ങളിലായിട്ട് ഓരോ കാലഘട്ടത്തിലേക്കും മനുഷ്യൻ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത്, ഉത്തരവാദിത്തമായി നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അത് മനുഷ്യൻ സാമൂഹികമായും ചെയ്യേണ്ടതുണ്ട്, വ്യക്തിപരമായും ചെയ്യേണ്ട കാര്യങ്ങൾ. വ്യക്തിയും അള്ളാഹുവും തമ്മിലുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, കടമകളുണ്ട്, അവ നിർവഹിക്കണം. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയും സമൂഹം എന്ന അർത്ഥത്തിൽ സാമൂഹികമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതില് നന്മ തിന്മ കൽപ്പിക്കുന്നത്, അങ്ങനെ ഓരോന്നും അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച പോലെ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലിൻ അൻ റഇയതിഹ. നിങ്ങളൊക്കെയും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. നിങ്ങളുടെ താഴെയുള്ള ആളുകള്, അവരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചില ഉദാഹരണങ്ങൾ പറയുന്നത്, ഒരു ഭരണാധികാരിയാണെങ്കിൽ ഭരണാധികാരി പ്രജകളെ കുറിച്ച് ചോദിക്കും, ഒരു ഉപ്പയാണെങ്കിൽ വീട്ടിലെ മക്കളെ കുറിച്ച് ചോദിക്കും, ഉമ്മയാണെങ്കിൽ വീട്ടിനെ കുറിച്ച് ചോദിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ. സമൂഹം എന്ന അർത്ഥത്തില് സമൂഹത്തില് തിന്മകൾ കാണുകയാണെങ്കിൽ അതിനെ എതിർക്കണം, നന്മയിലേക്ക് ആളെ ക്ഷണിക്കണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ വ്യക്തിയായാലും സമൂഹമായാലും അവൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. എങ്കിൽ മാത്രമേ അവന് ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ. പ്രവാചകന്മാരുടെ പല സമൂഹങ്ങളെ നശിപ്പിച്ചതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ നശിപ്പിച്ചത്? ഈ അമാനത്ത് നിർവഹിക്കാത്തത് കൊണ്ടാണ്. ഒരു സമൂഹം എപ്പോ ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതില്ലെന്ന് അള്ളാഹു തീരുമാനിക്കുന്നത്, അതിന് കാരണം അവർ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ അർഹരല്ലാതാവുമ്പോഴാണ്. അവര് ഭൂമിയിൽ അവരുടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ആകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുക. ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എപ്പോഴാ റസൂലെ സാഅത്ത് അഥവാ അന്ത്യനാൾ ഉണ്ടാവും, മത്തസ്സാ? അപ്പൊ റസൂൽ ആ ഹദീസിൽ പറയുന്ന, റസൂൽ കുറച്ചൊരു മിണ്ടാതിരുന്നു. സഹാബികൾ പറയുന്നു, ഞങ്ങള് വിചാരിച്ചു നബി കേൾക്കാത്തതുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചോദിച്ച ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. റസൂൽ അതിന് മറുപടി നൽകുന്നത് ഇദാ ദുയ്യിഅത്തിൽ അമാനത്തു ഫന്തളിരി സ്സാഅ എന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ട് റസൂല് മറുപടി കൊടുത്തത്, നിങ്ങൾ അമാനത്ത് അതിൽ വീഴ്ച വരുത്തുമ്പോഴാണ് ഫന്തളിരി സ്സാഅ, അപ്പൊ നിങ്ങൾ അന്ത്യനാൾ പ്രതീക്ഷിക്കുക. അപ്പോ അദ്ദേഹം തന്നെ ചോദിക്കുക, എപ്പോഴാണ്, എന്താണ് ഈ വീഴ്ച വരുത്തുക, അമാനത്തിൽ വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി എന്നാണ്. അമാനത്ത് അതിൻ്റെതല്ലാത്ത ആളുകളിലേക്ക് നേതൃത്വം നൽകപ്പെടുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഉത്തരവാദിത്തങ്ങളും അത് നിർവഹിക്കേണ്ട ആളുകൾ നിർവഹിക്കുക. അപ്പൊ ഈ സമൂഹത്തിന്, ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇസ്ലാമിക സമൂഹമാണ്. ആ അമാനത്ത് ഈ സമൂഹം വെടിയുകയും മറ്റു പലരും ലോക നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ അത് പേടിക്കേണ്ട കാര്യമാണ് എന്നാണ് റസൂല് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, പുതിയ തലമുറയെ കുറിച്ചും പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ പറയുന്നത്, ഉത്തരവാദിത്തങ്ങൾ വേണ്ടതില്ല, മനുഷ്യന് മൃഗങ്ങളെ പോലെ ഒന്നും ആരെയും പേടിക്കേണ്ട, ആരെയും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു കടമകളും നിർവഹിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന, എല്ലാം സെൽഫ് ലവ്, ഞാൻ എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളും അതല്ലെങ്കിൽ വ്യക്തിപരമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും, മനുഷ്യൻ എന്ന അർത്ഥത്തിൽ മനുഷ്യന് വിവാഹം കഴിക്കണം, കുടുംബം വേണം, കുടുംബം പോറ്റണം,
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ മാനുഷികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും വേണ്ടതില്ല എന്ന് ഓരോരുത്തർ തീരുമാനിക്കാം. വിവാഹം അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ വേണ്ട. എന്താ കാരണം? ഉത്തരവാദിത്ത നിർവഹണത്തിൽ പേടിയാണ്, അല്ലെങ്കിൽ മടിയാണ്. അതൊന്നുമില്ലാതെ എത്രത്തോളം ജീവിക്കാൻ പറ്റും അത്രയും ജീവിക്കുക എന്നാണ് പലരും വിചാരിക്കുന്നത്. അപ്പൊ അതൊരു ഉദാഹരണം മാത്രം പറയുന്നത്. മനുഷ്യന്റേതായ ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുമ്പോൾ അത് ഈ ലോകത്തിന്റെ തന്നെ അവസാനത്തിലേക്ക് എത്തും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രകൃത്യാ നിർവഹിക്കേണ്ട അല്ലെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെയും മനസ്സിലാക്കി അവയിൽ നിന്ന് ഒളിച്ചോടാതെ ഏറ്റവും ഭംഗിയായി അവ നിർവഹിക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഈ ലോകത്ത് നിലനിൽക്കാനുള്ള അർഹതയുണ്ടാവുകയുള്ളൂ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അർത്ഥത്തിൽ നമുക്ക് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയാനും അവ നിർവഹിക്കാനൊക്കെയുള്ള മനസ്സും കരുത്തും ഒക്കെ നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു